മുല്ലയിൽ എപ്പോഴും ഇതുപോലെ തന്നെ പൂക്കൾ നിറഞ്ഞു നിൽക്കണം. അതിനൊരു വഴിയുണ്ട് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചെടിയാണല്ലേ മുല്ല. അപ്പോൾ അത് എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഏത് കാലാവസ്ഥയിലും നമുക്ക് പൂക്കൾ നിറച്ചും നിർത്താനുള്ള ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മുല്ലക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മുട്ടും പൂവും ഒക്കെ വരും കേട്ടോ. എല്ലാ സീസണിലും പൂവ് തരും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിവിടെ ചെടിച്ചട്ടിയിലാണ് കേട്ടോ മുല്ല നട്ടിട്ടുള്ളത്. സാധാരണ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ ഇതേപോലെ മണ്ണിൽ മുല്ല നട്ടിട്ട് അതിങ്ങനെ പടർത്തി വിടും. എന്നിട്ട് നല്ല മഴ നനയുന്ന സമയത്തൊക്കെയാണ് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നല്ല രസമാണല്ലേ മുല്ലപ്പൂവൊക്കെ പറിച്ച് നമ്മൾ മാലൊക്കെ കോർത്ത് മുടിയിലൊക്കെ ഇടൂലേ. ഞാനിത് മേടിച്ച മുല്ലയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതേപോലെ ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എത്ര രൂപക്കാണ്, ഒരു 30 രൂപക്ക് എന്തുകൊണ്ട് മേടിച്ചൊരു മുല്ലായിരുന്നു. അപ്പോൾ അതിതാ ചട്ടിയിൽ നല്ല അടിപൊളിയായിട്ടാണ് നട്ടിട്ടുള്ളത്. സാധാരണ പോട്ടിങ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എങ്ങനെയാണോ ചെടികൾ നടന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതേപോലൊക്കെ തന്നെയാണ് കേട്ടോ ഈ ചെടിച്ചട്ടിയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ലൂസ് മണ്ണാക്കി വേണം മുല്ല നടാൻ. നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ടിട്ട് നല്ല ലൂസ് മണ്ണാക്കിയിട്ട് വേണം കേട്ടോ നട്ടു കൊടുക്കാൻ. പിന്നെ ചെയ്യേണ്ടത്, നമ്മുടെ മുല്ല നന്നായിട്ടിങ്ങനെ നീളത്തിൽ വള്ളികൾ ഇങ്ങനെ പോവും, കമ്പ് ഇങ്ങനെ വലുതായി വരും. അപ്പോൾ അത് നല്ല നീളത്തിൽ വളരാൻ അനുവദിക്കാതെ ഇതേപോലെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. എന്നാലാണ് പുതിയ ചെനപ്പൊക്കെ വന്നിട്ട് അതിൽ ഒട്ടും പൂവൊക്കെ വിരിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വള്ളി ഇങ്ങനെ നീണ്ടു പോയിട്ട് ഏതെങ്കിലും വള്ളിയുടെ തുമ്പത്ത് 2 മുട്ടുണ്ടാവും, എന്നിട്ട് 2 പൂവും വിരിയും. പിന്നെ കുറേ കാലം കഴിയണം പിന്നെ ഒരു പൂവ് ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പൂവുണ്ടായതിന് ശേഷം അതിൻ്റെ നീളത്തിൽ പോയിട്ടുള്ള ചെനപ്പുകളൊക്കെ വെട്ടി പ്രൂൺ ചെയ്ത് കൊടുക്കണം. നല്ല മൂത്ത കമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴെ തന്നെ ഇതിൻ്റെ ചട്ടിയിൽ തന്നെ പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അത് പിടിച്ചു കിട്ടും. ഇപ്പോൾ ഈ ഒരു കമ്പ് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഇത് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേരോട്ടും ഒക്കെ കിട്ടണ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ കുത്തിയ കമ്പ് പിടിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതേപോലെ ചെടിച്ചട്ടിയിലെ മണ്ണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് നല്ല ഇങ്ങനെ ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് വല്ല എന്താ പറയുക, ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണത് നല്ലതാണ് കേട്ടോ. നല്ല ഉണങ്ങിയ ചാണകം ഇട്ട് കൊടുക്കണം, ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ മുല്ലയിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വളങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടിയൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ മുല്ലക്ക്. ഞാൻ വീട്ടിലുള്ള സവാളത്തൊലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണ് മുല്ലക്ക് ഉപയോഗിക്കാറ്. ഇനി ഒരു കിടിലം വളം പറഞ്ഞുതരാം. നമ്മുടെ മുട്ട പുഴുങ്ങിയ വെള്ളം ഉണ്ടെങ്കിൽ അത് മുല്ലക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉപ്പിടാണ്ട് വേണം മുട്ട പുഴുങ്ങാൻ. എന്നിട്ട് ആ വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മൾ മുട്ടക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുട്ട പുഴുങ്ങിയതിൻ്റെ തോടുണ്ടെങ്കിൽ ആ തോടും വേണമെങ്കിൽ നമുക്കതിൽ പൊടിച്ചിട്ട് കഴിഞ്ഞിട്ട് മുല്ലയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ നമ്മുടെ ഉണ്ണിയില്ലേ, മുട്ടയുടെ ഉണ്ണി, അത് ഞാൻ കഴിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഉണ്ണി ഇതിലേക്ക് പൊടിച്ചിടാണ് കേട്ടോ. എന്നിട്ട് അതുകൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനതിന് മുല്ലക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ മുട്ടയുടെ ഉണ്ണി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണ്ട. നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും കഴിക്കുമെങ്കിൽ അവർക്ക് കൊടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ ചെടികളുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഗ്രോത്താണെന്നാണ് പറയുന്നത്. നമ്മുടെ ഷൈനി ചേച്ചി പറഞ്ഞു തന്ന ടിപ്സാണ് ഇട്ടത്. ഷൈനി ചേച്ചിയുടെ ഒരു കസിൻ്റെ വീട്ടിൽ, അവരുടെ വീട്ടിൽ നല്ല ഭംഗിയിലാണ് ചെടികൾ നിൽക്കുന്നത്. അപ്പോൾ അവരിതുപോലെ മുട്ടയുടെ ഉണ്ണിയൊന്നും കഴിക്കില്ല. അപ്പോൾ അത് ഇതേപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഞാനും മുട്ട പുഴുങ്ങിയ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് മുല്ലക്ക്. അതുപോലെ തന്നെ ചായപ്പിണ്ടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ രാവിലത്തെ ചായയുടെ ആ ഒരു മഡ് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്, ഉണക്കിയിട്ടൊന്നും ഇടാറില്ല. ഇതേപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയാൽ മധുരമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കലക്കിയിട്ട് നമ്മുടെ വേറൊരു ഷൈനി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ട് ഒരു കമ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുല്ല. മറ്റേ നേരത്തെ ഞാൻ കാണിച്ചത് ഞാൻ മേടിച്ച മുല്ലയാണ്. ഇത് ചേച്ചിയുടെ വീട്ടിലുള്ള അതേ ടൈപ്പ് മുല്ല തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്, ചെടിച്ചട്ടിയിൽ പിടിപ്പിച്ചിട്ടത്. ചേച്ചിയുടെ വീട്ടിൽ ഇതുപോലൊരു മുല്ല ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ പൂവൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലും പൂവട്ട ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിലെ ഈ ചെടിച്ചട്ടിയിൽ കാണിച്ച മുല്ലയില്ലേ, അത് എപ്പോഴും പൂവിടും കേട്ടോ. അപ്പോൾ ഈ
മുല്ല നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കടക്കൽ വേറെ പുല്ലുകളും അതുപോലെ വേറെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ഇതും നല്ല ലൂസ് മണ്ണാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് തണലത്തേക്ക് വെച്ചിട്ട് അതിൽക്കാണ് ഞാൻ ആ വളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രാവിലെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സാധാരണ വളങ്ങൾ വൈകുന്നേരം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. രാവിലെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് മഴ നനയാണ്ട് വെയിൽ കൊള്ളാണ്ട് തണലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇതേപോലെ മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് പൊട്ടിപ്പോവാതെ തന്നെ നമ്മുടെ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ 2 കമ്പ് പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല അതേ നമ്മൾ നേരത്തെ കാണിച്ച അതേ ടൈപ്പ് ഉണ്ടമുല്ല തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഈ വളം എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മുല്ലക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയില്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സവാളയുടെ തൊലിയും വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ അതൊരു ചുമന്ന കളർ വെള്ളമാവും. ആ വെള്ളം മുല്ലയുടെ കടക്കൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ ചെടിയുടെ കടക്കൽ നന്നായിട്ട് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കി പൊടി രൂപത്തിൽ കൊടുക്കുമ്പോൾ അതിന് പെട്ടെന്ന് ഇഫക്റ്റ് കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ നിൽക്കാറില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് പൊടിച്ചിട്ട് ഈ മണ്ണിൽ ഇങ്ങനെ ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ എല്ലാ മിക്ക പൂക്കളുണ്ടാവുന്ന ചെടികളുടെ കടക്കലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതുപോലെ മുട്ടത്തോട് ഇങ്ങനെ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പച്ചപ്പഴത്തിൻ്റെ തൊലി അത് പൂക്കളുണ്ടാവാനും നല്ലതാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും നമ്മൾ ഈ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒലത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന പച്ചപ്പഴല്ലേ, അതിൻ്റെ തൊലി കേട്ടോ. പഴുത്ത പഴത്തിൻ്റെ തൊലി നല്ലതാണ്. അതിനെക്കാട്ടിൽ കൂടുതൽ നന്നായിട്ട് ചെടികൾക്ക് പൂക്കളുണ്ടാകാൻ സഹായിക്കുന്നതാണ് ഈ പച്ചപ്പഴത്തിൻ്റെ തൊലി. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടിച്ചോട്ടിലെ മണ്ണിങ്ങനെ നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് അതിന് ചുറ്റിലും ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മുട്ടത്തോട് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെ എപ്പോഴും നമ്മൾ വീട്ടിൽ കിട്ടുന്ന ആ മുട്ടത്തോട് ഇതേപോലെ ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ഇടുന്നത് ഒരു ചട്ടിയിലാണെങ്കിൽ പിറ്റേ ദിവസം വേറെ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് മാറി മാറി എല്ലാ ചട്ടിയിലും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുല്ലയുടെ വീഡിയോ കാണിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയുടെ തൊണ്ടും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നത് കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കണം. നമ്മൾ വാഴത്തൊലിയാണെങ്കിലും മുട്ടത്തോടൊക്കെ ആണെങ്കിലും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കമ്പോസ്റ്റോ അല്ലെങ്കിൽ നല്ല ലൂസായിട്ടുള്ള മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മൂടിയിടണം കേട്ടോ. എന്നാൽ അതിൻ്റെ പെട്ടെന്ന് അതൊക്കെ കഴുകിയിട്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മജീവികളൊക്കെ കൂടിയിട്ട് ഇതിനെ അഴുകിപ്പിച്ചിട്ട് ആ ചെടികൾക്കുള്ള ആ ഒരു വേരോട്ടും പിന്നെ അതിനുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കരിയില കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നല്ല മണ്ണ്, നല്ല ലൂസായിട്ടുള്ള മണ്ണോ ചകിരിച്ചോറില്ല അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ഒരു കമ്പ് ഇവിടെ കുത്തി വെച്ച് കാണിച്ചില്ല, അത് ഏകദേശം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ആ വെട്ടിക്കളഞ്ഞപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നോക്കിക്കേ ചെനപ്പ് വന്നിട്ട് അതിനൊക്കെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് പൂവുണ്ടായതും കൂടി കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അത്യാവശ്യം നല്ല വെയിലും കൂടി കിട്ടണം കേട്ടോ. നല്ല വെയിലും കൂടി കിട്ടിയാലാണ് മുല്ലയിൽ നിറച്ച് പൂക്കളുണ്ടാവുള്ളേ. നന്നായിട്ട് നനയും വേണം, എന്നാലാണ് ആ ഒരു എല്ലാം കൂടി ചേരുമ്പോഴാണ് മുല്ലയിൽ നന്നായിട്ട് പൂക്കളുണ്ടാവുക. അപ്പോൾ ഇത് നോക്കിക്കേ, എല്ലാ ചെനപ്പിലും പൂവും മൊട്ടൊക്കെ വന്നിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും. കണ്ടില്ലേ, നല്ല മണമാണല്ലേ മുല്ലപ്പൂവിന്. നമ്മുടെ നിസ്കാരപ്പായലൊക്കെ ഒരു മുട്ടോ അല്ലെങ്കിൽ പൂവൊക്കെ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് തുറക്കുമ്പോൾ ഉള്ള ആ ഒരു മണം, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ ഈ പൂക്കളൊക്കെ കൂടിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു ബൗളിലാക്കി വെച്ചാൽ ആ റൂമിലേക്ക് കിടക്കുമ്പോൾ നല്ല മണമായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ വീട്ടിലൊരു മുല്ല ഉണ്ടെങ്കിൽ പിന്നെ ഹിന്ദുക്കളാണെങ്കിലും അവർക്കും അവരുടെ പൂജാമുറിയിലൊക്കെ വെക്കാം. ക്രിസ്ത്യൻസിനാണെങ്കിൽ അവരുടെ ദൈവത്തിൻ്റെ മുന്നിൽ മാലയൊക്കെ കൊത്തി ഇടാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലേ മുല്ലപ്പൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് ഈ മുല്ലപ്പൂവ്. അപ്പോൾ ഇതുപോലെ ഒരൊറ്റ മുല്ല ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ചെടിച്ചട്ടിയിലൊരു മുല്ല ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുല്ലപ്പൂവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഗാർഡനിൽ എന്തായാലും അത്യാവശ്യത്തിനൊരു മുല്ല എന്തായാലും വേണം. മുല്ല ഇല്ലാത്ത ഗാർഡൻ അതെന്തിനു കൊള്ളാമല്ലേ. അപ്പോൾ ഇതേപോലെ നിറച്ചും പൂക്കളും വേണ്ടേ. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുല്ലയിൽ നിറച്ചും പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം.
അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ടിപ്സുകളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.